കൊടകര കവർച്ചാ കേസിൽ പോലീസിന്റെ വാദങ്ങൾ തള്ളി ഇ.ഡി. കുഴൽപ്പണം കടത്തിയിട്ടില്ല എന്നും കവർച്ച ചെയ്യപ്പെട്ടത് സ്രോതസ്സുള്ള പണമാണെന്നും ഇ.ഡി. വ്യക്തമാക്കുന്നു. പണത്തിന്റെ ഉറവിടം ധർമ്മരാജ് ഇ.ഡിക്ക് മുന്നിൽ ഹാജരാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം എത്തിച്ചെന്ന വാദവും തള്ളിയാണ് ഇ.ഡി. കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വലിയ നിലയിൽ ഉള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. കൊടകരയിൽ നടന്നത് കള്ളപ്പണ അല്ലെങ്കിൽ കുഴൽപ്പണ ഇടപാടാണ് എന്നുള്ള തരത്തിലായിരുന്നു പ്രചാരണം. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ അത് കുഴൽപ്പണമല്ല, സ്രോതസ്സുള്ള പണമാണ്, ഇതിന് കൃത്യമായ രേഖയുണ്ട് എന്ന് തന്നെ അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, 2021 ഏപ്രിൽ 4 പുലർച്ചെ നടന്ന ഒരു കവർച്ചയാണ് കൃത്യമായ ചില ലക്ഷ്യങ്ങളോടെ അത് കള്ളപ്പണ ഇടപാടാണ്, കുഴൽപ്പണ ഇടപാടുകളാണ് അവിടെ നടന്നത് എന്ന പ്രചാരണം നടത്തുന്നത്. അത് പിന്നീട് രാഷ്ട്രീയ ആയുധമായി വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ഉപയോഗിക്കുകയും എല്ലാം ചെയ്തു. അതിന് പോലീസിനെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്താനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. ഒപ്പം തന്നെ ഒരുപോലെ തന്നെ കോൺഗ്രസും CPM എല്ലാം തന്നെ അത്തരത്തിൽ പടച്ചുവിട്ട ചില കഥകൾ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ അന്വേഷണത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ നടത്തുകയും അതനുസരിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പണം നഷ്ടപ്പെട്ട, കവർ ചെയ്യപ്പെട്ട ഒരു കേസ് മാത്രമാണ്. കൃത്യമായ സ്രോതസ്സുള്ള പണം ധർമ്മരാജ് എന്നയാളുടെ കൈവശം കൃത്യമായ സ്രോതസ്സുകളുമായി ഉണ്ടായിരുന്ന രേഖകൾ ഹാജരാക്കിയുള്ള പണമായിരുന്നു. ആ പണം ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി, ആലപ്പുഴയിലുള്ള ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി മറ്റൊരാൾ വശം കൊടുത്തുവിട്ടപ്പോൾ ആ പണമാണ് കവർ ചെയ്യപ്പെട്ടത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു കവർച്ച കേസ് മാത്രമാണ്, വലിയ തുകയ്ക്കുള്ള കവർച്ച കേസ് ആയതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 23 പേരെയാണ് ഈ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ, കവർച്ചയ്ക്ക് സഹായം നൽകിയ ആളുകൾ, കവർച്ച മുതൽ ഒളിപ്പിക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ എന്നിവരടക്കമാണ് 23 പേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. 3,56,00,000 രൂപയായിരുന്നു കവർ ചെയ്യപ്പെട്ടത്. ഈ പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും ഈ പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെയാണ് അനാവശ്യ വിവാദങ്ങളിലേക്കും വാർത്തകളിലേക്കും എല്ലാം തന്നെ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പ്രതിപട്ടികയിൽ 23 പേരാണ്. അതിൽ മുഹമ്മദ് അലി ഉണ്ട്, ഷാഹിദ്, മുഹമ്മദ് ഷുക്കൂർ, സുജീഷ്, റൌഫ്, മുഹമ്മദ് ഷാഫി, സുൽഫിക്കർ, റഷീദ്, ജിൻഷാമോൾ എന്നിവരടക്കമുള്ള ആളുകളാണ് ഈ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ ഈ കവർച്ചയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ കുറ്റപത്രത്തിൽ വിശദമായി തന്നെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വസ്തു വാങ്ങുന്നതിന് വേണ്ടി കൊടുത്തയച്ച പണമാണ് എന്ന കണ്ടെത്തലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പൂർണ്ണമായും തന്നെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി ഡ്രൈവർ ഷംജീറിന്റെ കൈവശമാണ് ധർമ്മരാജ് 3,56,00,000 രൂപ കൊടുത്തുവിട്ടത്. ഇതാണ് 2021 ഏപ്രിൽ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത് എന്നാണ് കുറ്റപത്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, ഈ ധർമ്മരാജിൽ നിന്നടക്കം ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, പണം എങ്ങനെ കൈവശം എത്തി എന്നതടക്കമുള്ള കൃത്യമായ കണക്കുകൾ കാണിക്കാൻ ധർമ്മരാജിന്, ഈ പണം നഷ്ടപ്പെട്ടയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹതയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പണത്തിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവകകളും അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെ വ്യാജ പ്രചരണങ്ങൾ, പോലീസിന്റെയും ഭരണപക്ഷത്തിന്റെയും എല്ലാം വ്യാജ പ്രചരണങ്ങളെ പൂർണ്ണമായും തന്നെ തള്ളിക്കളയുന്ന ഒരു റിപ്പോർട്ട്, കുറ്റപത്രം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കവർച്ച തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുഴൽപ്പണ ഇടപാടുകളോ മറ്റു ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഫണ്ട് വരവുകളോ ഒന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. കൊടകര കവർച്ചാ കേസിൽ പോലീസിന്റെ വാദങ്ങൾ തള്ളുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കുഴൽപ്പണം കടത്തിയിട്ടില്ല എന്നും കവർച്ച ചെയ്യപ്പെട്ടത് സ്രോതസ്സുള്ള പണമാണെന്നും ഇ.ഡി. കണ്ടെത്തുന്നു. പണത്തിന്റെ ഉറവിടം ഇ.ഡിക്ക് മുന്നിൽ ധർമ്മരാജ് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ്.